കുറവുകൾ എങ്ങനെ കരുത്താവും? നമസ്കാരം, KKG ഹിറ്റിൻ്റെ 192 എപ്പിസോഡിലേക്ക് സ്വാഗതം. ചിലർക്ക് എപ്പോഴും പരാതിയാണ്, എനിക്ക് അതില്ല, ഇതില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ പെർഫെക്റ്റ് അല്ല, അങ്ങനെ പലതും. ഈ ലോകത്ത് കുറവുകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ലൊരു വസ്തുത പറയട്ടെ, നിങ്ങളുടെ ബലഹീനതയെ കരുത്താക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഓട്ടക്കുടത്തിൻ്റെ ഒരു കഥയുണ്ട്. ഒരു കർഷകൻ്റെ 2 കുടങ്ങളിൽ ഒന്നിനൊരു ദ്വാരമുണ്ടായിരുന്നു. ദിവസവും വഴിയിൽ വെള്ളം കളയുന്ന ആ ഓട്ടക്കുടത്തെ ന്യൂനതകളൊന്നുമില്ലാത്ത കുടം എപ്പോഴും പരിഹസിക്കുമായിരുന്നു. നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം പരിഹാസങ്ങൾ കേൾക്കാറില്ലേ? കേട്ട് മടുത്ത ഓട്ടക്കുടം കർഷകനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങേക്ക് ഒരു പ്രയോജനവുമില്ലല്ലോ, എന്നെ ഉപേക്ഷിച്ചുകൂടെ? കർഷകൻ പറഞ്ഞു തുടങ്ങി, ആര് പറഞ്ഞു നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന്? ഇത് നോക്കൂ, വെള്ളം കൊണ്ടുവരുമ്പോൾ നിന്നെ ചുമക്കുന്ന വശത്ത് റോഡരികിൽ മുഴുവൻ പൂക്കൾ നീ കാണുന്നില്ലേ? നിന്റെ കുടത്തിൽ നിന്നും വീണ വെള്ളം കൊണ്ടാണ് ഇത്രയും പൂക്കൾ ഉണ്ടായത്. നീ ഒരു ഓട്ടക്കുടമല്ലായിരുന്നെങ്കിൽ ഈ വീഥി ഇത്ര മനോഹരമാവില്ലായിരുന്നു. ഇടതുകൈ നഷ്ടപ്പെട്ട ഒരു പയ്യന്റെ കഥ കേട്ടിട്ടുണ്ടോ? അവൻ ജൂഡോ പഠിക്കാൻ ചെന്നു. മാസ്റ്റർ അവനെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു. ഒടുവിൽ അവൻ്റെ കണ്ണിലെ നിശ്ചയദാർഢ്യം കണ്ട് മാസ്റ്റർ അവനെ ശിഷ്യനാക്കി. ബാലപാഠങ്ങൾ കഴിഞ്ഞ് ഒരേ ഒരു അടവ് മാത്രമാണ് അവരെ പഠിപ്പിച്ചത്. വർഷങ്ങളോളം ആ ഒറ്റ അടവ് മാത്രം. 4 വർഷം കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അവനെ മത്സരത്തിന് അയച്ചു. ഒറ്റക്കയ്യൻ മത്സരിക്കാൻ പോണു എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ പരിഹസിച്ചു. സകലരെയും അത്ഭുതപ്പെടുത്തി അവൻ ആ ടൂർണമെൻറ്റ് വിജയിച്ചു. കാരണം മാസ്റ്റർ അവനെ ഹൃദയസ്ഥമാക്കിയ അടവ് പ്രതിരോധിക്കാൻ എതിരാളിക്ക് അവൻ്റെ ഇടത്ത് കൈ പിടിച്ച് തിരിക്കണമായിരുന്നു. ഇവിടെ ഇടത്ത് കൈ ശൂന്യമായിരുന്നു. എതിരാളികൾ പതറി നിന്നപ്പോൾ അവൻ അവരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. എന്താണ് ഇവിടെ സംഭവിച്ചത്? മാസ്റ്റർ അവൻ്റെ ഏറ്റവും വലിയ കുറവിനെയാണ് ആയുധമാക്കിയത്. നോക്കൂ, അവൻ്റെ വൈകല്യമാണ് അവനെ ജേതാവാക്കിയത്. ഇറ്റലിയിലെ പിസയിലെ ചരിഞ്ഞ ഗോപുരം ഉപേക്ഷിക്കപ്പെടുകയല്ല, മറിച്ച് ചരിത്രമായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തളരരുത്. ആ കുറവുകളെ നിങ്ങളുടെ ആയുധമാക്കുക. നിങ്ങളുടെ ആ വിള്ളലിലൂടെ വേണം ലോകം നിങ്ങളുടെ പ്രകാശം കാണാൻ. ബൈ ഫ്രം KKG.